ന്യൂസ് റിപ്പോർട്ടർ നിതിൻ രാജിന്റെ മരണത്തിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. പ്രതി M.K. റാമിനെ രക്ഷിക്കാനാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ശ്രമിച്ചതെന്ന് കോടതി പറയുന്നു. ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് നീക്കണം. ഭരണകൂടത്തിന്റെ സമ്പൂർണ്ണ പരാജയമാണ് ഡോക്ടർ M.K. റാമിന്റെ കാര്യത്തിൽ സംഭവിച്ചത്. അറസ്റ്റിനുള്ള കാരണം അറിയിക്കണമെന്ന് ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥന് അറിയില്ലേ എന്നും കോടതി ചോദിച്ചിരിക്കുന്നു. പ്രതിക്കായി ഇടപെട്ട ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ അന്വേഷണം നടത്തിയില്ലെങ്കിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തുമെന്നാണ് മുന്നറിയിപ്പ്. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി. ശ്യാം, വളരെ ഗുരുതരമായ പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്ത് വന്നിരിക്കുന്നു, വിമർശനങ്ങൾ വന്നിരിക്കുന്നു. ഒപ്പം ആ ഉദ്യോഗസ്ഥനെ നീക്കണമെന്ന അടക്കമുള്ള കാര്യങ്ങൾ ഭരണകൂടത്തിന്റെ പരാജയം എന്നുള്ള വാചകം കൂടി കോടതിയിൽ നിന്ന് വരികയാണ്. എന്താണ് കോടതി വ്യക്തമാക്കുന്നത് ശ്യാം? സ്മൃതി, ഡോക്ടർ M.K. റാമിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ അറസ്റ്റിനുള്ള കാരണങ്ങൾ കൃത്യമായി നൽകിയില്ല. ഇക്കാരണത്താൽ ഡോക്ടർ M.K. റാമിനെ മജിസ്ട്രേറ്റ് കോടതി വിട്ടയക്കുകയും ചെയ്തു. ഇക്കാര്യത്തിലാണ് ഹൈക്കോടതി കടുത്ത ഭാഷയിലുള്ള വിമർശനം ഉയർത്തുന്നത്. ഇതുവരെയും കേൾക്കാത്ത രീതിയിലുള്ള കടുത്ത ഭാഷയിലുള്ള വിമർശനമാണ് പോലീസിനെതിരെ, പ്രത്യേകിച്ചും അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പിക്കെതിരെ ഉയർത്തുന്നത്. പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ ഒരു കാര്യവും പോലീസ് ചെയ്തിട്ടില്ല എന്നതാണ് ഹൈക്കോടതിയുടെ വിമർശനം. പ്രതിയെ രക്ഷിക്കാനാണ് പോലീസ് ശ്രമിച്ചത്. ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് കേസ് അന്വേഷിക്കുന്നത്. അറസ്റ്റിനുള്ള കാരണം അറിയിക്കണമെന്ന് ഉദ്യോഗസ്ഥന് അറിയില്ലേ എന്നും ഹൈക്കോടതി ചോദിക്കുന്നു. അറസ്റ്റിനുള്ള കാരണം കാണിച്ചില്ലെങ്കിൽ അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്ന് ഉദ്യോഗസ്ഥന്, ആ ഡിവൈഎസ്പിക്ക് അറിയാം. ആ സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ കേസിൽ ബന്ധമുണ്ട്. പ്രതിയെ രക്ഷിക്കാൻ വേണ്ടി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ടു. അന്വേഷണ ഉദ്യോഗസ്ഥനെ, ഈ ഡിവൈഎസ്പിയെ സർവീസിൽ നിന്ന് നീക്കണം. പണത്തിനു മീതെ പരുന്തും പറക്കില്ല എന്നതാണ് ഈ കേസിൽ കാണുന്നതെന്നുമാണ് ജസ്റ്റിസ് A. ബദറുദ്ദീൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റെ വിമർശനം. മാത്രമല്ല, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും പ്രതിയുടെ അഭിഭാഷകനും തമ്മിലുള്ള ബന്ധം പരിശോധിക്കണം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ അന്വേഷണം നടത്തണം. ഇല്ലെങ്കിൽ ഹൈക്കോടതി അഥവാ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തും. ഭരണകൂടത്തിന്റെ സമ്പൂർണമായ പരാജയമാണ് ഡോക്ടർ M.K. റാമിന്റെ അറസ്റ്റും വിട്ടയക്കലുമായി ബന്ധപ്പെട്ട് സംഭവിച്ചത്. കഴിഞ്ഞ 15 വർഷത്തിനിടെ കേൾവിയില്ലാത്ത വീഴ്ചയാണിത് എന്നുമാണ് ജസ്റ്റിസ് A. ബദറുദ്ദീൻ ഉയർത്തിയ വിമർശനം. പ്രതിയുടെ ഭക്ഷണവും പണവും പോലീസ് ഉദ്യോഗസ്ഥർ വാങ്ങി. പ്രതിയെ രക്ഷപ്പെടാനുള്ള പഴുത് ഡിവൈഎസ്പി ഒരുക്കി. കഴിവില്ലാത്ത ഉദ്യോഗസ്ഥനാണ് ഡിവൈഎസ്പി എന്നുമാണ് ഹൈക്കോടതി അങ്ങേയറ്റം രൂക്ഷമായ ഭാഷയിൽ, കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നത്. മാത്രമല്ല, SIT-യെ മാറ്റി തലയൂരാനാണ് ഉന്നത പോലീസ് നേതൃത്വത്തിന്റെയും സർക്കാരിന്റെയും ശ്രമം. ഈ കഥയിൽ നിന്ന് തന്നെ മനസ്സിലായി പോലീസ് ആർക്കൊപ്പമാണ് എന്ന കാര്യവും കൂടി ഹൈക്കോടതി വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്നറിയിക്കാൻ സർക്കാരിനോട് ഹൈക്കോടതി വിശദീകരണം തേടുന്നുണ്ട്. വെള്ളിയാഴ്ചക്കകം, അതായത് 2 ദിവസത്തിനകം, മറ്റന്നാൾ മറുപടി നൽകണമെന്നതാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. M.K. റാം ഇതിൽ എന്താണ് പ്രോസിക്യൂഷൻ അറിയിച്ചിരിക്കുന്നത്? ഇതിൽ പോലീസ് അന്വേഷണ സംഘത്തിന് വീഴ്ച പറ്റി എന്നുള്ള ആഭ്യന്തരമന്ത്രി തന്നെ സമ്മതിക്കുന്നുണ്ട്. പുതിയ അന്വേഷണ സംഘത്തെ നിശ്ചയിച്ചിരിക്കുന്നു. M.K. റാമിനുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചതെന്നുള്ള പരിശോധന നടത്തുമെന്ന് കൂടി സർക്കാർ പറയുന്നുണ്ട്. അത് ഹൈക്കോടതിയിൽ അക്കാര്യം വിശദീകരിക്കപ്പെട്ടില്ലേ സർക്കാരിന്റെ ഭാഗത്തുനിന്നും? സർക്കാർ അക്കാര്യം പ്രാഥമികമായി തന്നെ പറഞ്ഞു. പക്ഷേ ഇക്കാര്യത്തിൽ കൃത്യമായ മറുപടി നൽകുക എന്നതാണ് സർക്കാരിനോട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശിച്ച കാര്യം. ചുരുക്കം വാക്കുകളിലുള്ള മറുപടിയാണ് സർക്കാരിൽ നിന്ന് ഉണ്ടായത്. പക്ഷേ കടുത്ത ഭാഷയിലുള്ള വിമർശനം, ഒപ്പം കടുത്ത നടപടികളിലേക്ക് ഹൈക്കോടതി കടക്കുകയും ചെയ്യുന്നുണ്ട്. ഡോക്ടർ M.K. റാമിനെ ഹാജരാക്കിയപ്പോൾ എന്തൊക്കെ രേഖകൾ പോലീസ് കോടതിയിൽ നൽകി എന്ന കാര്യവും കൂടി കോടതി ചോദിക്കുന്നുണ്ട്. പ്രതിയിൽ നിന്ന് നടപടിക്രമങ്ങൾ പാലിച്ചാണോ അറസ്റ്റ് എന്ന് ഹൈക്കോടതി പരിശോധിക്കും. ഇതിനുവേണ്ടി മജിസ്ട്രേറ്റ് കോടതിയിലെ രേഖകൾ ഹൈക്കോടതിയിൽ എത്തിക്കാനും മജിസ്ട്രേറ്റ് കോടതിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രതിയിൽ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ ആനുകൂല്യങ്ങൾ നേടി എന്ന വിമർശനവും കൂടി ഹൈക്കോടതിയിൽ നിന്ന് ഉയരുകയും ചെയ്യുന്നുണ്ട്. അതിനാലാണ് പ്രതിക്ക് രക്ഷപ്പെടാനുള്ള പഴുത് ഡിവൈഎസ്പി ഒരുക്കിയത് എന്നുമാണ് ഹൈക്കോടതിയുടെ വിമർശനം. ഇത് നിതിൻ രാജിന്റെ കുടുംബം കഴിഞ്ഞ ദിവസം നൽകിയ ഹർജിയാണ് ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നത്. അപ്പോഴാണ് ഹൈക്കോടതി ഈ രീതിയിൽ കടുത്ത ഭാഷയിലുള്ള വിമർശനം ഉയർത്തുകയും ചെയ്യുന്നത്. അത് അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെയാണ്. പ്രത്യേകിച്ച് ഇത് SC/ST നിയമം ചുമത്തിയതിനാൽ തന്നെ ഇത് ഡിവൈഎസ്പി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനാണ് അന്വേഷിക്കേണ്ടത്. അത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചിട്ട് പോലും ഇത്രയും കടുത്ത വലിയ വീഴ്ച വന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യമാണ് ഹൈക്കോടതി ഉയർത്തുന്നതായാലും ഇത് സംബന്ധിച്ച ഹർജി, ഈ വിഷയം മറ്റന്നാളായിരിക്കും ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുക. സജീഷ് കൂടിയുണ്ട് ന്യൂസ് ഡെസ്കിൽ. സജീഷ്, ഇപ്പോൾ ഇക്കാര്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ നീക്കണമെന്നടക്കമുള്ള ആവശ്യമാണ് ഹൈക്കോടതി മുന്നോട്ട് വച്ചിരിക്കുന്നത്. കടുത്ത വിമർശനവും കടുത്ത നിലപാടും ഇക്കാര്യത്തിൽ കോടതി എടുക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ പ്രത്യക്ഷത്തിൽ തന്നെ ഈ റാമിനെ രക്ഷിക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുണ്ടായി, M.K. റാമിനെ രക്ഷിക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുണ്ടായി എന്ന് വ്യക്തമല്ലേ? അപ്പോൾ ഇയാൾ ഈ ഒളിവിൽ കഴിഞ്ഞിരുന്ന കാലം കൂടി ഒരു തരത്തിലുള്ള പോലീസ് സംരക്ഷണമായിരുന്നു എന്ന് സംശയിക്കേണ്ടി വരും.
സ്മൃതി, സമീപകാലത്ത് ഒന്നും സംസ്ഥാന പോലീസിനെതിരെ ഉണ്ടാവാത്ത രീതിയിലുള്ള അതിരൂക്ഷ നിശിതമായ വിമർശനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. അതായത് ഈ കേസ് അന്വേഷിച്ച പോലീസ് സംഘം ഒന്നാകെ കഴിവില്ലാത്തവരാണ് എന്നൊരു വിമർശനം കോടതി ഉന്നയിക്കുന്നു. കഴിവില്ലാത്ത ഉദ്യോഗസ്ഥനാണ് ഡിവൈഎസ്പി, അയാളെ എത്രയും വേഗം സർവീസിൽ നിന്ന് നീക്കണം എന്നതുൾപ്പെടെയുള്ള രൂക്ഷ വിമർശനം ഹൈക്കോടതി ഉന്നയിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ അന്വേഷണ സംഘത്തിന്റെ നിലപാടുകളെക്കുറിച്ച് ആ അന്വേഷണത്തെ പറ്റി തന്നെ ചോദ്യങ്ങൾ ഉയർത്തുകയാണ് ഹൈക്കോടതി. ഈ സംഭവം നടന്ന ശേഷം വളരെ മാസങ്ങളാണ് എം റാം ഒളിവിൽ കഴിഞ്ഞത്. അയാളെ എന്തുകൊണ്ട് പിടിക്കാൻ കഴിഞ്ഞില്ല എന്ന ചോദ്യം പല കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു. പക്ഷെ അപ്പോഴൊന്നും കാര്യമായ ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല. വളരെ നിഷേധാത്മകമായ സമീപനമാണ് പോലീസിന്റെ ഭാഗത്തുണ്ടായത്. ഏറ്റവും ഒടുവിൽ കോടതി പോലും കടുപ്പിച്ച ശേഷമാണ് ഈ കുടുംബം കോടതിയെ സമീപിക്കുകയും കോടതി പോലും കടുപ്പിച്ച ശേഷമാണ് അറസ്റ്റിലേക്ക് നീങ്ങിയത് പോലീസ്. അതായത് പോലീസിന് ഇയാൾ എവിടെയുണ്ട് എന്ന് കൃത്യമായി അറിയാമായിരുന്നു എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. മാത്രമല്ല ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹത്തിൽ നിന്ന്, ഈ റാമിൽ നിന്ന് പണമടക്കം കൈപ്പറ്റി ഉണ്ടോ എന്ന സംശയം കോടതി ഉന്നയിക്കുന്നു. അല്ലെങ്കിൽ ഇയാൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ച ഒരു പോലീസ് എന്ന രീതിയിലാണ് ഹൈക്കോടതിയുടെ വിമർശനം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഡിവൈഎസ്പിയുടെ സർവീസ് തന്നെ സംശയത്തിലായിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഇനി ജോലിയിൽ തുടരാൻ കഴിയുമോ എന്ന കാര്യം സംശയത്തിലാണ്. അദ്ദേഹത്തെ ഈ ജോലിയിൽ നിന്ന് സർവീസിൽ നിന്ന് നീക്കണം എന്നടക്കമുള്ള സമീപകാലത്ത് ഒന്നുമില്ലാത്ത രീതിയിലുള്ള അതിരൂക്ഷ നിശ്ചിത വിമർശനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. സർക്കാരിന്, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിനെതിരെ വന്നിരിക്കുന്ന കടുത്ത വിമർശനമാണ്. ആഭ്യന്തരമന്ത്രിയാകട്ടെ ഈ ഒരു പിഴവ് സംഭവിച്ചു എന്നുള്ള കാര്യം പരസ്യമായി സമ്മതിക്കുകയാണ്. ആ പിഴവ് തിരുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നപ്പോൾ ആഭ്യന്തരമന്ത്രിക്കും ഇക്കാര്യത്തിൽ ഒരു പ്രതിരോധത്തിലാവുന്ന സാഹചര്യമാണല്ലോ. തീർച്ചയായിട്ടും സർക്കാർ ഒരുപക്ഷെ കടുത്ത നടപടിയിലേക്ക് പോകുമെന്ന് ഉറപ്പാണ്. അതിന്റെ കൂടി ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം പുതിയ അന്വേഷണ സംഘത്തെ നിയമിച്ചത്. കഴിഞ്ഞ അന്വേഷണ സംഘത്തെ ഒരുപക്ഷെ ഈ കഴിഞ്ഞ അന്വേഷണ ഞാൻ വരാം സജേഷ്. ഇപ്പോൾ നിതിൻ രാജിന്റെ സഹോദരി നികിത ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. നികിത, ഇപ്പോൾ കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന അതിരൂക്ഷ വിമർശനങ്ങളാണ് നിതിൻ രാജിന്റെ മരണത്തിൽ പോലീസിനെതിരെ കോടതി ഉയർത്തിയിരിക്കുന്നത്. എം കെ റാമിനെ രക്ഷിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ ശ്രമിച്ചു എന്ന് കോടതി പറയുകയാണ്. ഉദ്യോഗസ്ഥനെ ആ സർവീസിൽ നിന്ന് തന്നെ നീക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു. ഭരണകൂടത്തിന്റെ സമ്പൂർണ്ണ പരാജയമാണെന്ന് കൂടി ഡോക്ടർ എം കെ റാമിന്റെ കാര്യത്തിൽ ഇപ്പോൾ കോടതി പറയുകയാണ്. നികിത, ഇക്കാര്യത്തിൽ നിങ്ങൾ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് കോടതി മനസ്സിലാക്കിയിരിക്കുന്നു. അങ്ങനെ ഒരു പ്രതികരണമായിട്ടാണോ നിങ്ങൾ അതിനെ കാണുന്നത്? അതെ, തീർച്ചയായിട്ടും ഞങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ച തന്നെയാണ് ഇതിനുള്ള. അതായത് ഈ 100 ദിവസം കഴിഞ്ഞിട്ടും പോലീസ് തന്നെയാണ് അവരെ എം കെ റാമിനെ ഇതുവരെ സംരക്ഷിച്ചത്. പോലീസിന്റെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ച തന്നെയാണ്. ഇത്രയും ദിവസം പിടികൂടാതിരിക്കുക തന്നെയായിരുന്നു. അതെ അതെ, തീർച്ചയായിട്ടും പോലീസിന്റെ കൺമുന്നേ ഉണ്ടായിട്ടൊരാളെ പോലീസിന്റെ സഹായത്തോടു കൂടെ തന്നെയാണ് ഇപ്പോഴും നിസ്സാരമായിട്ട്, അത് ഇത്രയും ഒരു പ്രതിയായിട്ട് അയാളെ നിസ്സാരം പോലെ 2-3 മണിക്കൂറിനുള്ളിൽ തന്നെ കോടതി വിട്ടയച്ചു. അപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു വീഴ്ച തന്നെയാണ്. ഈ അറസ്റ്റിനുള്ള കാരണം അറിയിക്കണമെന്ന് ഡിവൈഎസ്പി റാങ്കിൽ ഉദ്യോഗസ്ഥന് അറിയില്ല എന്ന് കോടതി ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്നും അറിയാത്ത രീതിയിൽ പോലീസ് പ്രവർത്തിച്ചു എന്നല്ലേ? അതെ അതെ, ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലീസ് പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ, കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. അതൊന്നും പറഞ്ഞു കൊടുക്കാതെയാണ് അറസ്റ്റ് ചെയ്തത്. അതായത് തിങ്കളാഴ്ച കേസ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കേസിന് പോകുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ പോലീസിന് എന്തെങ്കിലും സസ്പെൻഷനോ എന്തെങ്കിലും കിട്ടാനുള്ള ടെൻഷനിലായിരിക്കാം പെട്ടെന്ന് പോയി അറസ്റ്റ് ചെയ്തത്. ഇക്കാര്യത്തിൽ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരെ നിങ്ങൾ വ്യക്തിപരമായി സംശയിക്കുന്നുണ്ടോ? ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരുടെ പേര് സംശയം ഉണ്ടോ? ഞങ്ങൾക്ക് പേരായിട്ട് സംശയമില്ല. ഞങ്ങൾക്ക് എല്ലാ പോലീസിനെയും സംശയം തന്നെയാണ്. ഞങ്ങൾക്ക് പേരായിട്ടല്ല, ഞങ്ങൾക്ക് എല്ലാവരെയും, അതായത് ഇതിൽ നിന്ന് എല്ലാവരും ഒത്തുകൂടെ ആലോചിച്ചിട്ടുള്ള ഇത് തന്നെയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സംഭവിച്ച വീഴ്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ചയുണ്ട് എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ പുതിയ സംഘത്തെക്കുറിച്ച് കൊണ്ട് അന്വേഷിപ്പിക്കുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ അതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതോ ഇപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ സർക്കാർ അന്വേഷണം നടത്തിയിട്ടില്ലെങ്കിൽ ഹൈക്കോടതി മേൽനോട്ടത്തിൽ തന്നെ അന്വേഷണം വേണ്ടി വരുമെന്ന് കൂടി കോടതി പറയുന്നുണ്ട്. അതെ അതെ, അതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഹൈക്കോടതി അങ്ങനെ തന്നെയാണ്. അതെ അതെ, അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ശരി, വളരെ നന്ദി നികിത. നിതിന്റെ സഹോദരിയാണ് ഇപ്പോൾ പ്രതികരിച്ചത്. ഇപ്പോൾ പോലീസിനെ ആകെ തന്നെ സംശയിക്കുകയാണ്. ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടല്ല, പോലീസ് എന്ന സംവിധാനത്തെ തന്നെ സംശയിക്കുന്നു എന്നാണ് നിതിൻ രാജിന്റെ കുടുംബം പറയുന്നത്. 100 ദിവസമായിട്ടും ഒരാൾ എങ്ങനെയാണ് ഈ ഒളിവിൽ കഴിഞ്ഞത്? പോലീസ് അറിഞ്ഞുകൊണ്ട് തന്നെ ഇയാളെ ഒളിപ്പിക്കുകയായിരുന്നു ആ കുടുംബം പറയുകയാണ്. സജീഷ്, ഇതാണ് ആ കുടുംബം സംശയിക്കുന്നത്, അത് തന്നെയാണ് കോടതിയും സംശയിക്കുന്നത്. ഇപ്പോൾ അറസ്റ്റിലേക്ക് കടക്കുമ്പോൾ വേണ്ട നടപടിക്രമങ്ങൾ അറിയാത്ത ഉന്നത ഉദ്യോഗസ്ഥനാണെന്നുള്ള ചോദ്യം കോടതി ചോദിക്കുമ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി വേണം, അയാൾ ആ സ്ഥാനത്ത് ഇരിക്കരുത് എന്ന് കൂടി കോടതി പറയുകയാണ്. ഒരു പക്ഷേ സമീപകാലത്ത് ഇങ്ങനെ ഒരു കേസിൽ ഇത്രയധികം വിമർശനം കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല.
സ്മൃതി, ഈ എൻ റാമിന്റെ അറസ്റ്റ് നടപടികൾ നോക്കുന്ന വിലയിരുത്തുന്ന ആർക്കും മനസ്സിലാകും, സാധാരണ രീതിയിൽ ഒരു ലോക്കൽ പോലീസ് ചെയ്യുന്ന ഒരു നടപടിക്രമവും അറസ്റ്റുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല. അതായത് റാമിന്റെ നീക്കങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ അറിഞ്ഞ, അല്ലെങ്കിൽ റാമിൽ നിന്ന് തന്നെ കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് അറസ്റ്റ് നടന്നു എന്ന് തന്നെയാണ് എല്ലാവരും ആ രീതിയിൽ അന്ന് തന്നെ ആരോപണം ഉയർത്തിയത്. ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അഭിഭാഷകനെയോ റാമിനെയോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയിക്കുന്ന കാര്യത്തിലും പോലീസിന് വീഴ്ച പറ്റി. അതായത് ആ സമയത്ത് തന്നെ ഇവർ തമ്മിലുള്ള ഒത്തുകളി ഉണ്ട് എന്ന് ആരോപണം വന്നിരുന്നു. അതാണ് ഇന്ന് ഹൈക്കോടതി വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥനും ആ അന്വേഷണ സംഘവും പ്രതിക്ക് വേണ്ടി പ്രവർത്തിച്ചു, അയാളുടെ പണവും അയാളുടെ ഭക്ഷണവും വാങ്ങിക്കഴിച്ചു എന്നടക്കമുള്ള ഒരു വിമർശനം ഉന്നയിക്കുമ്പോൾ ആ അന്വേഷണ സംഘത്തെ ഒന്നാകെ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ്. ആ അന്വേഷണ സംഘത്തെ ഒന്നാകെ സർവീസിൽ നിന്ന് തന്നെ സർക്കാർ നീക്കം ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് ഇനി സർവീസ് തുടരാൻ അർഹതയില്ല, അയാളെ നീക്കണം എന്ന് പറഞ്ഞത് ഉൾപ്പെടെയുള്ള നിശ്ചിതമായ വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടാകുന്നു. ഏതായാലും സർക്കാർ നടപടിയിലേക്ക് കടക്കുമെന്ന് ഉറപ്പാണ്. ഇന്നിപ്പോൾ അല്പസമയം മുമ്പ് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ആ നിലപാട് അറിയിച്ചിട്ടുണ്ട്. ഞങ്ങൾ കൂടുതൽ നടപടിയിലേക്ക്, കർശന നടപടിയിലേക്ക് പോകും, വീഴ്ച പറ്റിയെന്ന് ആഭ്യന്തരമന്ത്രി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ല, ഈ നിലവിലുള്ള അന്വേഷണ സംഘത്തെ മാറ്റുകയാണ്, പുതിയ അന്വേഷണ സംഘം അന്വേഷണ നടപടികളിലേക്ക് കടന്നു എന്നുള്ള വിവരം കൂടി വരികയാണല്ലോ. തീർച്ചയായിട്ടും പുതിയ അന്വേഷണ സംഘം അന്വേഷണ നടപടിയിലേക്ക് കടന്നിട്ടുണ്ട്. ഇന്നലെയാണ് പുതിയ അന്വേഷണ സംഘത്തെ നിയമിച്ചത്. ഈ ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് പുതിയ അന്വേഷണ സംഘത്തെ നിയമിച്ചത്. ഏതായാലും പുതിയ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത് വലിയ വെല്ലുവിളികളാണ്. നിലവിലുള്ള അന്വേഷണ സംഘത്തെ കോടതി വിമർശിച്ച പശ്ചാത്തലത്തിൽ പുതിയ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള വലിയ വെല്ലുവിളിയാണ്. അതുമായി ബന്ധപ്പെട്ട് വളരെ വേഗം തന്നെ ഉചിതമായ റിപ്പോർട്ട് വന്ന പിഴവുകളടക്കം, പിഴവ് വരുത്തിയ ഉദ്യോഗസ്ഥരുടെ പേരടക്കം പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് നൽകേണ്ടി വരും. ഇപ്പോൾ നിതിൻ രാജിന്റെ അച്ഛൻ ശ്രീരാജൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീരാജൻ, ഇപ്പോൾ ഇതാ കോടതി നിങ്ങളുടെ വേദന കണ്ടിരിക്കുന്നു. കോടതിയുടെ ഭാഗത്ത് വന്നിരിക്കുന്ന പരാമർശം അറിയാമല്ലോ. സർക്കാരിനെതിരെ, പോലീസിനെതിരെ, ആഭ്യന്തര വകുപ്പിനെതിരെ കടുത്ത വിമർശനമാണ് കോടതിയുടെ ഭാഗത്ത് വന്നിരിക്കുന്നത്.